ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് സാധാരണ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇതുണ്ടെങ്കിൽ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ബീട്രൂട്ട് നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ബീട്രൂട്ട് വേണം. അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഉണക്കമുളകും കറി ലീഫും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഇട്ടിട്ട് മൂടി വെച്ച് 3 മിനിറ്റ് വേവിക്കുക. സാധാരണ ബീട്രൂട്ടും കൊണ്ട് തോരൻ വെക്കുന്നതിന് പകരം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചോറിലിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വെരി ടേസ്റ്റി ആൻഡ് ഹെൽത്തി. ട്രൈ ദിസ് റെസിപ്പി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.